പക്ഷേ ഇത് ബിൽഡിംഗ് വന്നു കഴിഞ്ഞ ശേഷമാണല്ലോ ബിൽഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി മുടക്കുന്ന പൈസ മാത്രമല്ല, സൈറ്റ് സെറ്റപ്പ് എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമസ്കാരം. നമ്മളിപ്പോൾ ഒരു പുതിയൊരു സൈറ്റ് ഓൺ സൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങുവാനായിട്ട് പോകുകയാണ്. ഈ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 3 ഫ്ലോറിലായിട്ട് അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഇവിടെ ഒരു ഓഫീസിൻ്റെ ബിൽഡിങ്ങും കൂടെ, ഓഫീസ് ബിൽഡിങ്, അതൊരു 3 നിലയിലായിട്ട് ബിൽഡിംഗ് കൂടെ പണിയാനായിട്ടാണ് ഇവിടെ തീരുമാനം വന്നിരിക്കുന്നത്. അതനുസരിച്ചുള്ള വർക്ക് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ ബിൽഡിങ് പണിയുമ്പം പലപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി മുടക്കുന്ന പൈസ മാത്രമല്ല. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് പണിയുന്നൊരു സംഭവം മാത്രമല്ല, പകരം സൈറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുന്നതിന് മുന്നേ ആ സൈറ്റിൽ ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് വേരി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഒരു റിട്ടേണിംഗ് വാൾ നമ്മളിങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഈ റിട്ടേണിംഗ് വാൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറയാം. പക്ഷേ ഇപ്പം ചെയ്യുന്നതും ബിൽഡിങ്ങിന് ശേഷം ചെയ്യുന്നതും തമ്മിൽ പ്രൊജക്റ്റ് ഇതിൻ്റെ കോസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ലാൻഡാണ്. ഇവിടെ കല്ല് ലോഡ് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ലോറിയിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് ലോഡ് ചെയ്യുന്നു. അവിടെ നിന്ന് പണിക്കാർക്ക് അത് നല്ല സൗകര്യപ്രദമായ രീതിയിൽ അതിനെ തല്ലി മിനുസപ്പെടുത്തി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കല്ല് നല്ല രീതിയിൽ പണിതെടുക്കാൻ പറ്റും. അതിന് ഒരു നല്ല വർക്ക്മാൻഷിപ്പ് വളരെ എളുപ്പവും. അപ്പം കൺസ്ട്രക്ഷൻ്റെ റേറ്റ് അത് വളരെ കുറവായിരിക്കും. കാരണം ചുമന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല. പിന്നെ JCBക്ക് വാനം എടുക്കാം, മണ്ണ് മാറ്റിയിടാം. പക്ഷേ ഇത് ബിൽഡിംഗ് വന്നു കഴിഞ്ഞ ശേഷമാണല്ലോ. ബിൽഡിംഗ് വന്നതിന് ശേഷമാണെങ്കിൽ JCBക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ലോഡ് ഇവിടെ എവിടെയെങ്കിലും ഇറക്കേണ്ടി വരും. ഇവിടുന്ന് പിന്നെ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ വർക്കേഴ്സിനാണല്ലോ നിന്ന് ചെയ്യാനുള്ള സൗകര്യക്കുറവ് വരും. വർക്ക് ഡിലേ ആകും. ഇങ്ങനെ ടോട്ടലി വരുമ്പോൾ ഇതിൽ തന്നെ ഭയങ്കര വലിയൊരു പ്രോഫിറ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും.